നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. ആദ്യ മണിക്കൂറിൽ 3.4% പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വഴിക്കടവ് 22ാം പോളിംഗ് ബൂത്തിൽ യന്ത്ര തകരാറുണ്ട് എന്ന റിപ്പോർട്ട് ഇതിനിടെ പുറത്തുവരികയുണ്ടായി. വോട്ടർമാരുടെ നീണ്ട നിര പോളിംഗ് സ്റ്റേഷനിലുണ്ട്. പ്രതികൂല കാലാവസ്ഥ വകവയ്ക്കാതെയാണ് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥി M സ്വരാജ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശിവദാസ് കന്മനവും അരുൺ ആലത്തൂരുമാണ് നമുക്കൊപ്പം ചേർന്നത്. ആദ്യം അരുൺ ആലത്തൂരിലേക്കാണ്. അരുൺ, ആദ്യ മണിക്കൂറിൽ മികച്ച പോളിംഗ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും രാഖി, ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗ് തന്നെയാണ് അനുഭവപ്പെടുന്നത്. 3.8 ഇപ്പോൾ പോളിംഗ് ശതമാനം എത്തിയിട്ടുണ്ട്. ഏതായാലും ആദ്യ ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ, പോളിംഗ് ആരംഭിച്ച ആദ്യ ഒരു മണിക്കൂർ പിന്നിടുമ്പോഴാണ് ഇത്രയും പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മഴ ഇങ്ങനെ ഇടവിട്ട് പെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ പോളിംഗ് ആരംഭിച്ചതിന് ശേഷം മാത്രം 3-4 തവണയായി മഴ ഇങ്ങനെ ഇടവിട്ട് പെയ്യുന്നുണ്ട്. അത് വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ വിമുഖത, പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നതിന് ചെറിയ വിമുഖത ഇനി ഉണ്ടാവുമോ എന്നുള്ളത് ഒരു ആശങ്കയുണ്ട്. ഏതായാലും പോളിംഗ് ഇപ്പോൾ ഈ ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അങ്ങിങ്ങായി ചില പ്രശ്നങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് ചിലയിടങ്ങളിൽ, ചില ബൂത്തുകളിൽ വെളിച്ചക്കുറവുണ്ട് എന്നുള്ളൊരു പരാതി നൽകിയിട്ടുണ്ട്. UDFകാരാണ് അത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ ചിലയിടങ്ങളിൽ യന്ത്ര തകരാറും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ചിലയിടങ്ങളിൽ പരിഹരിച്ചിട്ടുണ്ട്, ചിലയിടങ്ങളിൽ അത് തുടരുന്ന ഒരു സ്ഥിതിയും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും നിലമ്പൂരിലെ വോട്ടെടുപ്പ് ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ, പോളിംഗ് പുരോഗമിക്കുമ്പോൾ ആളുകളൊക്കെ ആദ്യ മണിക്കൂറുകളിൽ മികച്ച രീതിയിൽ തന്നെ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇതിനോടകം തന്നെ 3 സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്, പ്രതികരണങ്ങളും എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഒന്ന്, സ്വരാജ് വോട്ട് ചെയ്തതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. വലിയ വിജയപ്രതീക്ഷയാണ് സ്വരാജ് പങ്കുവച്ചത്. അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തും വലിയ വിജയപ്രതീക്ഷ പങ്കുവച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ PV അൻവർ സർക്കാരിനെതിരായിട്ടുള്ള വിധിയെഴുത്തായിരിക്കും ഇത് എന്നുള്ളതാണ് PV അൻവർ പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും ഇനി BJP സ്ഥാനാർത്ഥിയായ, NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജും ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടാവുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല അദ്ദേഹം 10 മണിക്ക് ചുങ്കത്തറയിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുന്നത്. ചുങ്കത്തറയിൽ ഏതായാലും അദ്ദേഹത്തിൻ്റെ വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷമായിരിക്കും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഏതായാലും ഒരു ഭാഗത്ത് കാലാവസ്ഥ ഇങ്ങനെ പ്രതികൂലമായിട്ട് തുടരുന്നുണ്ട്, മഴ ഇങ്ങനെ ശക്തമായിട്ട് പെയ്യുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും മഴ ശക്തമായി പെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. അതേസമയം തന്നെ പോളിംഗും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിലമ്പൂരിൽ കാണാൻ സാധിക്കുന്നത്. അരുൺ, അതുപോലെ തന്നെ ഈ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ, വന്യജീവി ആക്രമണം, ഒപ്പം ഈ ജമാഅത്തെ PDP കൂട്ടുകെട്ട്, ഇതെല്ലാം തന്നെ വലിയ വിവാദങ്ങളായി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഉണ്ടായിരുന്നതാണ്. 3 ആഴ്ച നീണ്ട പ്രചാരണത്തിനൊടുവിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് ആസന്നമായത്. എങ്ങനെയാണ് ഈ വിവാദങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത് എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുക? തീർച്ചയായിട്ടും രാഖി, ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അനവധി വിഷയങ്ങളാണ് ചർച്ചയായിട്ടുള്ളത്. പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പിൽ ജനകീയ വിഷയങ്ങൾ തന്നെയായിരുന്നു വലിയ ചർച്ചയായത്. പ്രത്യേകിച്ച് NDAയും BJPയും പ്രധാനമായിട്ട് ഉയർത്തിയത് ഇത്തരം ജനകീയ വിഷയങ്ങളാണ്. ഒന്ന്, നേരത്തെ രാഖി പറഞ്ഞതുപോലെ തന്നെ മണ്ഡലത്തിലെ ഈ വന്യജീവി ആക്രമണങ്ങൾ, നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ മലയോര ജനത ഏറ്റവും അനുഭവിക്കുന്ന ദുരിതം എന്നുള്ളത് ഈ വന്യജീവി പ്രശ്നങ്ങളാണ്. കാട്ടാനയാണെങ്കിലും പുലിയാണെങ്കിലും കടുവയാണെങ്കിലും ഒപ്പം മറ്റേ കാട്ടുപന്നിയാണെങ്കിലും ഒക്കെ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ ആളുകളുടെ സ്വൈര്യജീവിതം നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഈ കാട്ടാനയുടെയും കാട്ടുപന്നിയുടെയും ഒക്കെ ആക്രമണത്തിൽ ആളുകൾക്ക് ജീവൻ നഷ്ടമാവുന്ന സാഹചര്യം പോലും മണ്ഡലത്തിൽ നിരവധി തവണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഇന്നുപോലും ഇപ്പോൾ പാലക്കാട് നിന്നും സമാന രീതിയിലുള്ള ഒരു കാട്ടാന ആക്രമണത്തിൽ ഒരാൾ ജീവൻ നഷ്ടമായിരിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ള ആ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടെയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലമ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിലെ ജനങ്ങൾ അത്തരം വിഷയങ്ങൾ നിരന്തരം അഭിമുഖീകരിക്കുന്ന ആളുകളാണെന്നുള്ളതാണ്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അനന്തു എന്ന ഒരു 15 വയസ്സുകാരന്
ഈ കാട്ടുപന്നിക്ക് വെച്ച കെണിയിൽ അതിൽ നിന്ന് ഷോക്കേറ്റ് ജീവൻ നഷ്ടമാവുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അത്തരത്തിൽ വന്യജീവി പ്രശ്നങ്ങൾ മണ്ഡലത്തിൽ വലിയ രീതിയിൽ തുടരുന്നു. ഇടത് വലത് മുന്നണികൾ ഓരോ തവണയും വിജയിച്ചിട്ടും അതിനൊന്നും ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് എന്നുള്ളത്. അത് നിലമ്പൂരിലെ ജനങ്ങൾക്കിടയിലും വലിയ അമർഷം പുകയുന്നുണ്ട് ആ വിഷയത്തിൽ എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്നുള്ളത് നിലമ്പൂർ മണ്ഡലത്തിലെ ബൈപ്പാസ്. നിലമ്പൂർ ബൈപ്പാസ് ഏകദേശം 30 വർഷത്തോളമായി ഈ ബൈപ്പാസ് ഉടൻ കൊണ്ടുവരുമെന്ന് ഇടത് വലത് മുന്നണികൾ മാറി മാറി പറയാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇത്രയും കാലമായിട്ടും ബൈപ്പാസ് യാഥാർത്ഥ്യമായിട്ടില്ല എന്ന് മാത്രമല്ല, നിലമ്പൂർ നഗരത്തിൽ മിക്ക സമയത്തും വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട്. ഗതാഗത കുരുക്കിന് പുറമെ ഈ ബൈപ്പാസിന് ഭൂമി നൽകിയ ആളുകൾ, ആ ഭൂമി നൽകിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവർക്ക് അവരുടെ വീട് ഒന്ന് വിൽക്കാനോ വിലമാറാനോ പണയം വെക്കാനോ പോലും കഴിയാതെ ദുരിതം അനുഭവിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ട്. അതും വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായ വിഷയമാണെന്നുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ മണ്ഡലത്തിലെ ഈ വനവാസി ഊരുകളിൽ ആളുകൾക്ക് കൃത്യമായ വീടും മറ്റുമില്ലാതെ, കക്കൂസില്ലാതെ, ടാർപോളിൻ കൊണ്ട് വലിച്ചു കെട്ടിയ കൂരകളിൽ കഴിയുന്ന സ്ഥിതി. അവിടെ വെളിച്ചവും അതുപോലെ തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും, വെള്ളവും ഒന്നുമില്ലാത്ത ഒരു സ്ഥിതി ഈ വനവാസി ഊരുകളിലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൂടാതെ തന്നെ കഴിഞ്ഞ പ്രളയകാലത്ത് നിരവധി പാലങ്ങളും റോഡുകളുമൊക്കെ തകർന്നു. അത് പുനർനിർമ്മാണം ഇതുവരെയും നടന്നിട്ടില്ല എന്നുള്ളത്. അങ്ങനെ നിരവധി അനവധിയായ വികസന പ്രശ്നങ്ങൾ, ജനകീയ പ്രശ്നങ്ങൾ ഈ നാടിൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെയായിരുന്നു NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കിയത്, അദ്ദേഹം ഉന്നയിച്ചതെന്നുള്ളത്. ഒപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാർ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ നൽകിയിട്ടുള്ള നിരവധി വികസന പ്രവർത്തനങ്ങളും NDA മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഈ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ അത് നവീകരിച്ചത്, അത് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അടുത്തിടെ ആ സ്റ്റേഷൻ്റെ നവീകരണം ഉണ്ടായത്. ഒപ്പം തന്നെ മണ്ഡലത്തിലെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നിലമ്പൂർ തേക്കാണ്. ആ നിലമ്പൂർ തേക്കിന് ജിയോ ടാഗ് നൽകി അതിന് വലിയ അംഗീകാരം നൽകിയതും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ്. അങ്ങനെയുള്ള ജനങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള വിവിധങ്ങളായ പദ്ധതികളും ജനങ്ങൾക്ക് മുൻപിൽ പറഞ്ഞുകൊണ്ടാണ് NDA അല്ലെങ്കിൽ BJP തെരഞ്ഞെടുപ്പിനെ നിലമ്പൂരിൽ അഭിമുഖീകരിച്ചതെന്നുള്ളതാണ്. അതേസമയം തന്നെ ഇടത് വലത് മുന്നണികൾ ആദ്യം മുതൽ തന്നെ വിവാദങ്ങളിലായിരുന്നു അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. വിവാദങ്ങളായിരുന്നു അവർ പ്രധാന ചർച്ചാ വിഷയമാക്കിയിരുന്നത് എന്നുള്ളതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച ആദ്യം മണ്ഡലത്തിൽ ഇടത് വലത് മുന്നണികൾ ചർച്ചയാക്കിയ വിഷയം എന്നുള്ളത് മലപ്പുറം എന്ന പേരിനെ ചൊല്ലിയുള്ള ഒരു വിവാദമായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മലപ്പുറത്തെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ആയിരുന്നു ആദ്യം വിവാദത്തിന് തിരികൊളുത്തിയത്. പിന്നീട് ഇടതുപക്ഷം, മുഖ്യമന്ത്രിയല്ല യഥാർത്ഥത്തിൽ ഈ മലപ്പുറത്തെ അപമാനിച്ചിട്ടുള്ളത് UDF തന്നെയാണെന്നും മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് പോലും UDF എതിരായിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇടതുപക്ഷം അതിനെ തിരിച്ചടിക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏതായാലും അത്തരത്തിൽ ഈ മലപ്പുറം എന്ന പേരിനെ ചൊല്ലിയുള്ള വിവാദങ്ങളായിരുന്നു ആദ്യഘട്ടത്തിലെങ്കിൽ പിന്നീട് രണ്ടാമതുണ്ടായ വിവാദം എന്നുള്ളത് ഈ UDFന് ജമാഅത്തെ ഇസ്ലാമി എന്ന വർഗീയ ഭീകരവാദ പ്രസ്ഥാനം പിന്തുണ നൽകിയതിനെ അത് അംഗീകരിച്ചുകൊണ്ട് UDF അവരുമായിട്ടൊരു കൂട്ടുകെട്ടിൽ ഏർപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുകയുണ്ടായി. ഒപ്പം തന്നെ ഇപ്പുറത്ത് ഈ ഇടതുപക്ഷം PDP എന്ന ഭീകര പ്രസ്ഥാനവുമായി കൂട്ടുകൂടുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. മാത്രമല്ല ഇവർ ഈ രണ്ട് വർഗീയ ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായി കൂട്ടുകൂടിയെന്ന് മാത്രമല്ല UDF നിരന്തരം ഈ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശുന്ന പ്രതികരണങ്ങളുമായി UDF നേതാക്കൾ രംഗത്തെത്തുന്ന കാഴ്ചയാണ് നിലമ്പൂരിൽ കാണാൻ സാധിച്ചത്. അതേസമയം തന്നെ PDP എന്ന ഭീകര പ്രസ്ഥാനത്തെ വെള്ളപൂശുന്ന നിലപാടുമായിട്ട് നിരന്തരം മറ്റ് ഇടതുപക്ഷ നേതാക്കൾ, ഇടതുപക്ഷത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ MP ഗോവിന്ദൻ ഉൾപ്പെടെ PDP പീഡിതരുടെ പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളത്. അത്തരത്തിൽ ഈ വർഗീയ പ്രസ്ഥാനങ്ങളെ, വർഗീയ ഭീകരവാദ പ്രസ്ഥാനങ്ങളെ വെള്ളപൂശുന്ന ഒരു നടപടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം മുതൽ തന്നെ ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസും അല്ലെങ്കിൽ UDFും ഒക്കെ ഉന്നയിച്ചത്. അതിനപ്പുറം മറ്റൊരു കാര്യം എന്നുള്ളത് UDFിൻ്റെ ഭാഗത്തു നിന്ന് പാലക്കാട്ടേതുപോലൊരു പെട്ടി വിവാദം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അവർ നടത്തി. കാരണം UDFിൻ്റെ യുവ നേതാക്കളായ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും സഞ്ചരിച്ചിരുന്ന വാഹനം, ആ വാഹനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള വാഹന പരിശോധന നടക്കുന്നു. ആ വാഹന പരിശോധനയിൽ ഇവരുടെ വാഹനം പരിശോധിക്കുന്ന സമയത്ത് പെട്ടെന്ന് തങ്ങളുടെ
പറഞ്ഞു, തങ്ങളെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും രംഗത്തെത്തുകയായിരുന്നു. അത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു എന്ന് മാത്രമല്ല, അത് പിന്നീട് UDF വലിയ രീതിയിൽ അതിനെ ചർച്ചയാക്കാൻ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചെങ്കിലും പിന്നീട് അത് തിരിച്ചടിയാവുമെന്ന് അവർക്ക് മനസ്സിലായതോടുകൂടെ അവർ പിന്നീട് ആ വിവാദത്തിൽ നിന്ന് പിൻവാങ്ങുകയും അതിൽ നിന്ന് പരാതി കൊടുക്കുകയോ മറ്റു നടപടികളിലേക്ക് കടക്കുകയോ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. ഏതായാലും അങ്ങനെ നിരവധി അനവധിയായ ഈ വിവാദ വിഷയങ്ങൾ ആയിരുന്നു ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയായത് എന്നുള്ളതാണ്. UDF-ഉം ഇടതുപക്ഷവും ചർച്ചയാക്കിയത് അത്തരത്തിലുള്ള വിവാദങ്ങളായിരുന്നു എന്നുള്ളതാണ്. നിലവിലേതായാലും ആ വിവാദങ്ങൾക്കും മറ്റുമൊക്കെ അപ്പുറം NDA പറഞ്ഞു വെച്ചത് മണ്ഡലത്തിൻ്റെ വികസനം എന്നുള്ളതാണ്. ആ വികസനമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ചയാവേണ്ടത് എന്നും NDA പറഞ്ഞു വെച്ചു. നിലമ്പൂർ ഏതായാലും നമുക്കറിയാം, ഇനി ഒരു 6-7 മാസം കഴിഞ്ഞാൽ വീണ്ടും കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ആ സമയത്ത് നിലമ്പൂരിൽ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയം, അതല്ലെങ്കിൽ നിലമ്പൂരിൽ ഇത്തരത്തിലുള്ള വർഗീയ പ്രസ്ഥാനങ്ങളെയൊക്കെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഇടത് വലത് മുന്നണികൾ നടത്തുന്ന ഈ നീക്കം, ഇത് കേരള ജനത മുഴുവൻ കാണുന്നുണ്ട്, നിലമ്പൂരിലെ ജനങ്ങളും തിരിച്ചറിയുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ കൂടി പ്രതിഫലിക്കും എന്നുള്ളതാണ്. പോളിംഗ് പുരോഗമിക്കുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന വീട്ടിക്കുത്ത് LP സ്കൂൾ UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തിയിട്ടുണ്ട്. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് കയറിയിരിക്കുന്ന ആ കാഴ്ചയാണ് നമുക്ക് കാണുന്ന ദൃശ്യങ്ങളിൽ. ഇപ്പോൾ ഏതായാലും നേരത്തെ സ്വരാജ് വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പ്രധാന സ്ഥാനാർത്ഥികളിൽ 3 സ്ഥാനാർത്ഥികൾക്ക്, അതായത് ഇടത് സ്ഥാനാർത്ഥിയായ സ്വരാജ്, അതുപോലെ തന്നെ ഈ UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത്, അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ്, ഇവർക്ക് 3 പേർക്കും ഈ മണ്ഡലത്തിൽ വോട്ടുണ്ട്. അൻവറിന് ഈ മണ്ഡലത്തിലല്ല, അതുകൊണ്ട് അൻവറിന് വോട്ടില്ല. പക്ഷേ ഈ 3 പേർക്കും ഇവിടെ വോട്ടുണ്ട്. അതിലിപ്പോൾ ആര്യാടൻ ഷൗക്കത്ത്, അതായത് സ്വരാജിന് പിന്നാലെ ആര്യാടൻ ഷൗക്കത്തും വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏതായാലും അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. വലിയ വിജയപ്രതീക്ഷ തനിക്ക് ഉണ്ട് എന്നുള്ളതായിരുന്നു ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചിരുന്നത്. ഏതായാലും ഇനി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം വീണ്ടും മാധ്യമങ്ങളെ കാണും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ പോളിംഗ് ഏതായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മഴ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. ഇടയ്ക്ക് മഴ ശക്തമായി പെയ്യുന്നു, ഇടയ്ക്ക് മഴ പോരുന്നു. അത്തരത്തിൽ മഴ വീണ്ടും വീണ്ടും പെയ്യുന്ന ഒരു സ്ഥിതിയും, അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാവിലെ തന്നെ ജോലിക്ക് മറ്റോ പോകുന്നതിന് മുൻപായി പോളിംഗ് ബൂത്തിലേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുക എന്നുള്ളതാണ് ഓരോരുത്തരും കരുതുന്നത്. അങ്ങനെ കരുതുന്ന ആളുകൾ, അങ്ങനെ ഓടി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ആളുകൾ, അവർക്കൊക്കെ അതൊരു വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ എങ്കിൽ പോലും ഈ മഴയൊക്കെ അവഗണിച്ചുകൊണ്ടും ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിലെ ഈ പോളിംഗ് കേന്ദ്രങ്ങളിൽ മഴ മുൻകരുതലുകളുടെ ഭാഗമായി, അല്ലെങ്കിൽ മഴ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ വോട്ട് ചെയ്യാൻ എത്തുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി മറ്റ് ക്രമീകരണങ്ങളും പന്തലും മറ്റുമൊക്കെ ഓരോ പോളിംഗ് സ്റ്റേഷനുകളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആളുകൾ മഴയെ അവഗണിച്ചുകൊണ്ട് എത്രത്തോളം ഇനി വരും മണിക്കൂറുകളിലൊക്കെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. മറ്റൊരു കാര്യമുള്ളത്, നമുക്കറിയാം, ഈ തുടരെ ഇങ്ങനെ വരുത്തി വയ്ക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പുകൾ, അത് വോട്ടർമാരുടെ ഇടയിൽ ഏതെങ്കിലും തരത്തിൽ വിമുഖത ഉണ്ടാക്കുന്നുണ്ടോ, വോട്ടർമാർക്ക് ബുദ്ധിമുട്ട്, അവർക്കത് ഏത് തരത്തിലാണ് അതിനോട് അവർ പ്രതികരിക്കുക എന്നുള്ളത് നമ്മൾ കാണേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ ഈ ആര്യാടൻ ഷൗക്കത്ത് വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ്. അദ്ദേഹം ഏതായാലും ഇപ്പോൾ കുടുംബസമേതമാണ് ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കുടുംബസമേതം എത്തി വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഏതായാലും അദ്ദേഹം വോട്ടർമാരെയൊക്കെ കണ്ട്